റബ്ബേ, എൻ്റെ ബാല്യകാലസഖി പുസ്തകങ്ങളെല്ലാം ഇയാടെ അകത്താക്കിയല്ലോ. എന്ത് നല്ല സ്റ്റൈലായിട്ടാണ് തിന്നുന്നത്. എൻ്റെ 100 രൂപ വില വരുന്ന പുതപ്പൊന്നും കഴിക്കല്ലേ. അതിൻ്റെ ഡൂപ്ലി പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. ഉമ്മ ഉമ്മ. എന്തിനാ ബഷീറെ ഇങ്ങനെ തൊള്ള തുറക്കണത്? നമ്മളെ ചെവിക്കൊരു കേടില്ലേ, നമ്മളെ ചെവി പൊട്ടിപ്പോയിക്കണേ. അതിരിക്കട്ടെ, എന്തേനു കാര്യം? ആരുടേതാ ഈ ആട് എൻ്റെ പുസ്തകങ്ങളും എല്ലാ സാധനങ്ങളും കഴിച്ചു തീർത്തിരിക്കുന്നു. ഇത് നമ്മുടെ പാത്തുമ്മയുടെ ആടല്ലേ? റബ്ബേ, മൂത്താപ്പാന്റെ പുസ്തകം മുഴുവൻ തിന്നെടുത്തിക്കണ ആട്. എന്താ ഉമ്മ ഇവിടെ ഒരു ബഹളം? കണ്ടോ പാത്തുമ്മയുടെ ആട് കാണിച്ചു വെച്ചിരിക്കുന്നത്? തിരിച്ചുട്ടു വിളമ്പി നടന്നൊരു മുത്തളി പാത്തുമ്മ, വഴിന്ന് മടന സൈത്താനെ. എല്ലാരും ഉണ്ടല്ലോ. ആ ഉമ്മ, ഇവിടെ എന്താ ഒരു പ്രശ്നം? ആട് കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ നിങ്ങൾ എന്റെ ആടിന് കഞ്ഞും വെള്ളമൊന്നും കൊടുത്തില്ലേ? ഒരു കൂട്ടം പണിയുണ്ട്, അതിനിടയ്ക്കല്ലേ നിന്റെ ആടിന് ഞങ്ങൾ കഞ്ഞും വെള്ളമൊക്കെ കൊടുക്കുന്നത്. കണ്ടോ ഇക്കാന്റെ ബുക്കും പേപ്പറൊക്കെ തിന്നു തീർത്തത്? കണ്ടോ നിന്റെ ആടിനെ കൊണ്ട് എന്തൊരു ശല്യ. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, എല്ലാവർക്കും ഞാന് അപ്പൊ കാണിച്ചു തരുന്നുണ്ട്. നിന്റെ ആട് എന്റെ 2 പുസ്തകങ്ങളാണ് കഴിച്ചിരിക്കുന്നത്. എന്റെ ആട് പുസ്തകങ്ങളൊന്നും കഴിക്കൂല, ഇല മാത്രമേ കഴിക്കുകയുള്ളൂ. ഈ പാവ സുബൈദാക്ക് കുറച്ച് പാല് തരുവോ? ആ ഇപ്പൊ തരും. ഒറ്റൊരടി വെച്ച് തരും. ഞങ്ങൾക്ക് പാല് തരുവോ? ഒറ്റൊരു കുട്ടിക്ക് 1 ഇറ്റ് പാലും പോലും ഞാൻ തരുകയില്ല. വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പണിയൊന്നില്ലേ? ഈ ആടിനുള്ള സ്വതന്ത്രമോൾ ഇവിടെ എനിക്കില്ല. അവളുടെ ഒരു ആടും